പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനസ്സിനെ അറിയാൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മീയവും മാനസികവും ശാരീരികവും മനഃശാസ്ത്രവുമായ വിഷയങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ലക്ഷോപലക്ഷം ആൾക്കാർ ഈ ഒരു പാത പിന്തുടർന്നുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സന്ദേശം നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ലഭിക്കുന്ന ചില മൊഴിമുത്തുകൾ പ്രപഞ്ചം നേരിട്ടെത്തിക്കുന്നതായി ഓരോരുത്തർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സമയമാകുമ്പോൾ എല്ലാവരിലേക്കും അത് എത്തപ്പെടുന്നു എന്ന് മാത്രം. ഇന്നും അത്തരത്തിൽ ഒരു വിഷയമാണ് നമ്മൾ അറിഞ്ഞതിനെ കൂടുതൽ അറിയുന്നത്. എന്താണെന്നല്ലേ, ആത്മാവ് ഒരു കാര്യത്തിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ഏറ്റെടുത്താൽ പിന്നെ ഒരു രക്ഷയുമില്ല. അത് പിന്നെ നടപ്പിലായിരിക്കും എന്നുള്ളതാണ്. ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ പിന്നീട് ഒരു കുത്തൊഴുക്ക് പോലെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആത്മാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. നമ്മൾ ഈ പ്രകൃതി ദുരന്തങ്ങളിലെ കണ്ടിട്ടില്ലേ പലതും, ഈ മലയിടിച്ചിൽ തങ്ങി നിൽക്കുന്ന മലമ്പ്രദേശത്തുള്ള ജല സംഭരണികൾ, അത് വർഷകാലങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും താങ്ങാൻ പറ്റാതെ പതുക്കെ മലയുടെ ഏതെങ്കിലും സൈഡിലൊരു വിള്ളലിലൂടെ കുറേശ്ശെ പൊട്ടി ഒഴുകുന്നു. അത് ചെറിയ നീരുറവിയായി അത് ശക്തമായി അങ്ങോട്ട് വന്ന് അത് നീർച്ചാലുകളായി പിന്നെ ഒരു കൈത്തോട് പോലെ ശക്തമായി താഴേക്ക് ഒഴുകുന്നു. പിന്നെ വലിയ നദി പോലെ, പിന്നെ ഒരുമിച്ചൊരു ഉരുൾപൊട്ടൽ പോലെ അതിശക്തമായ രീതിയിൽ ഒരു പ്രദേശത്തെ തന്നെ ഉന്മൂലനാശനം ചെയ്തുകൊണ്ട് വലിയ ഒരു കുത്തൊഴുക്ക് സംഭവിക്കുന്നത് പോലെയാണ് ആത്മാവിലേക്കൊരു കാര്യം സ്വാംശീകരിച്ച് കുറേശ്ശെ സംഭരിച്ച് വെച്ചിരിക്കുന്നത്. അത് പിന്നെ പുറത്തേക്കൊരു ഒഴുക്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് സംഭവിക്കുകയാണ്. നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ അതിന് യാതൊരു വിവേചനവുമില്ല. നമ്മൾ ബുദ്ധിയില്ലാതെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് അടിച്ചുവിടുന്ന അല്ലെങ്കിൽ അകത്തേക്ക് കടത്തിവിടുന്ന സൂക്ഷ്മമായ നെഗറ്റീവ് ചിന്തകളും അനുഭവങ്ങളും അതാരെപ്പറ്റി എന്തിനെപ്പറ്റിയാണെങ്കിലും അതിങ്ങനെ ഉറവ പോലെ പിടിക്കുകയാണ്. ഒരു അസന്നിഗ്ധ മുഹൂർത്തത്തിൽ പലപ്പോഴും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ചെറിയൊരു സുഷുപ്തിയിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ അത് നീർച്ചാലായി, കൈത്തോടുകളായി, നദിയായി, പിന്നെ ഉരുൾപൊട്ടലായി കുത്തി ഒലിക്കുന്നത് പോലെ പലരുടെയും ജീവിതത്തിലേക്കും സംഭവിക്കും. ഒപ്പം നാം ബുദ്ധിപൂർവ്വം അകത്തേക്ക് ആത്മാവിന്റെ ശ്രദ്ധ പതിയത്തക്ക രീതിയിൽ കൊടുക്കുന്ന ഏത് സന്ദേശവും ഏത് ആഗ്രഹവും അതും ഡെപ്പോസിറ്റ് വർദ്ധിച്ച് ഒരു ഒഴുക്കാണ് പിന്നീട് പിടികിട്ടില്ല. ചിലരുടെ ഈ ഒരു ജന്മത്തിലെ തന്നെ അത്ഭുതകരമായ ട്രാൻസ്ഫർമേഷന്റെ അടിസ്ഥാന തത്വവും അത് തന്നെയാണ്. അതിന് മറ്റെങ്ങും പോകേണ്ടതില്ല. അവനവനെ പറ്റി, അവനവന്റെ ഉള്ളിലുള്ള സ്ഫോടനാത്മകമായ ആ ശക്തിയെപ്പറ്റി ഒന്ന് അറിയുക. നമ്മുടെ ബോധമണ്ഡലമാണല്ലോ പലപ്പോഴും തിരിച്ചറിവുള്ളതെന്നും ബുദ്ധിയുള്ളതെന്നൊക്കെ പറയുന്നത്. ശരിയാണ്, ബോധമണ്ഡലത്തിലെ ബുദ്ധിയാണ്. ബോധമണ്ഡലത്തിലെ ചിന്തകൾ ഞാൻ വിചാരിക്കുന്നതാണ് ശരി, അല്ല അതിനപ്പുറത്തോട്ട് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ചില ബിലീഫ് സിസ്റ്റമാണ് എനിക്ക് ഏറ്റവും പ്രധാനം, ഇങ്ങനെയൊക്കെ തീർപ്പ് കൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ വളർച്ച അവിടെ മുരടിക്കുന്നു എന്നുള്ളതാണ്. പുറമേ നിന്നുള്ള ഏത് അറിവിനെയും സ്വാംശീകരിക്കാനുള്ള ബുദ്ധിയുടെ കവാടം തുറന്നു വെക്കണം. അതിലൂടെ നമുക്ക് ആവശ്യമുള്ളതിനെ ഭാവിയിലേക്ക് പരിവർത്തനം വരത്തക്ക രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള പരിവർത്തനം വരത്തക്ക രീതിയിലുള്ള ആശയങ്ങളെ അങ്ങോട്ട് സംഭരിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലൂടെ പോകുന്ന ഏത് കാര്യവും നിങ്ങളുടെ ആത്മാവ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അതേപോലെ കോപ്പി ചെയ്യുന്നു. അപ്പം ബുദ്ധിപൂർവ്വം നമുക്ക് നമ്മുടെ കണ്ണ് പതിയുന്ന സ്ഥലങ്ങളും ശബ്ദം കേൾക്കുന്ന സ്ഥലങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കാൻ ചിന്തകളായിട്ട് കടന്നു വരുന്ന ഏത് സാഹചര്യത്തെയും ബോധപൂർവം ഒന്ന് റീസ്ട്രക്ചർ ചെയ്താൽ എന്തായി മാറുന്നു? നമ്മുടെ ആത്മാവ് കോപ്പി ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു സർവശക്തനാണ്, അത് പ്രപഞ്ചശക്തിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന നിസ്സാരമായിരിക്കും നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ എന്നൊക്കെ അല്ലേ. നിസ്സാരമല്ല. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുന്ന ആ സർവശക്തനോ ലോകത്തെ കാണുന്നത് നിങ്ങളുടെ കണ്ണിലൂടെയാണ്, ചെവിയിലൂടെയാണ്, നിങ്ങളുടെ ചിന്തകളിലൂടെയാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പേന നിങ്ങളെ കാണിക്കില്ല, ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലേ. ബോധമനസ്സിലെ സംവേദക ഉപകരണമായ കണ്ണിലൂടെയാണ് ഇത് കാണുന്നത്. അപ്പോൾ പ്രോസസ്സ് നടക്കുന്നുണ്ട് നമ്മുടെ ചിന്തയിൽ. ഇത് പേനയാണ്, നിങ്ങൾ ഇത് മാത്രമേ ഇപ്പം ശ്രദ്ധിക്കുന്നുള്ളൂ. യെസ്. എന്നാൽ നിങ്ങളുടെ ആത്മാവ് ഈ പേനയ്ക്ക് പിന്നിലുള്ള എന്നെയും കണ്ടു കഴിഞ്ഞു, ബാക്ക്ഗ്രൗണ്ടിലുള്ള
ആ വിഷ്വൽസും എല്ലാം കണ്ടു കഴിഞ്ഞു, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഒരു മെമ്മറി കാർഡിലേക്ക് ക്യാമറയിലൂടെ പതിയുന്നത് മെമ്മറി കാർഡിൽ സ്റ്റോർ ആകുന്നത് പോലെ അകത്ത് സ്റ്റോർ ആകുകയാണ്. അങ്ങനെ നമ്മുടെ കാഴ്ചകളും നിസ്സാരമല്ല. അതുകൊണ്ടാണ് ശാന്തമായ കാഴ്ചകൾ കാണണം, റിച്ച്നെസ് ആയിട്ടുള്ള കാഴ്ചകൾ കാണണം, റിച്ച്നെസ് ആയിട്ടുള്ള കേൾവികൾ കേൾക്കണം, ശാന്തമായ കേൾവികൾ കേൾക്കണം, ശാന്തമായ ചിന്തകൾ ഉണ്ടാകണം, റിച്ച്നെസ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാകണം. ഇത് ബോധ മനസ്സിലൂടെ ബോധപൂർവം ബുദ്ധിപൂർവ്വം കൊടുക്കുമ്പോൾ അത് ആത്മാവിലേക്ക് കുറഞ്ഞു പിടിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ, അതും ആത്മാവിൽ സംഭരണം കൂടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ മലവെള്ളപ്പാച്ചിൽ പോലെ അവസാനം ജീവിതത്തിലേക്ക് അത് പൊട്ടി ഒഴുകുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രഹസ്യം ഇതറിയാത്തതല്ലേ പലരുടെയും ഒരു പരാജയം. സത്യത്തിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് ഈ സയൻസ് മനസ്സിലാക്കി ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി, ജീവിതശൈലിയുടെ ഭാഗമായിട്ട് പണ്ട് തൊട്ടേ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലൂടെ അടുക്കും ചിട്ടയോടും കൂടെ ജീവിതശൈലി. നിങ്ങൾ അധിവസിക്കുന്ന പ്രദേശം എവിടെയും ആയിക്കോട്ടെ, അതൊരു മുറി ആയിക്കോട്ടെ, നിങ്ങളുടെ ബെഡ്റൂം ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, അവിടെ നിങ്ങളുടെ കണ്ണ് കടന്ന് കണ്ണിന്റെ ദൃഷ്ടി പതിയുന്നിടത്തെല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള പിക്ചറെ കാണാൻ പാടുള്ളൂ. മനസ്സ് വിശാലമാകണമെങ്കിൽ വിശാലമായ ഒരു ജലാശയമോ അല്ലെങ്കിൽ നല്ല മൗണ്ടന്റെയോ അല്ല പ്രകൃതിയിലേക്ക് നോക്കത്തക്ക രീതിയിലുള്ള വിഷനുള്ള ജനാലകൾ ആണെങ്കിലോ ഒക്കെ അകം ലോകം വലുതാകും. നേരെ മറിച്ച് ഇതെല്ലാം ഉണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും അടച്ചു മൂടി ഇരുളടഞ്ഞ രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും നിങ്ങളെ കഥവും തുറക്കൂ, മനസ്സിന്റെ ജാലകം തുറക്കൂ. തുറന്നു കഴിഞ്ഞാൽ കണ്ണിലൂടെ കാണുന്നതും ചിന്തയിലൂടെ വരുന്നതിലും അകത്ത് അബാണ്ടൻസ് വർദ്ധിക്കുക. വീട്ടിലൊക്കെയുള്ള പല ഇമേജുകളും ആവശ്യമില്ലാത്ത ഇമേജുകളെല്ലാം മാറ്റുക ശ്രദ്ധയിലും. അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത ആവശ്യമില്ലാത്ത രൂപങ്ങളോ പ്രതിരൂപങ്ങളോ ബിംബങ്ങളോ കൊണ്ട് വെക്കാതിരിക്കുക. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ ആത്മാവിന് ലോജിക്കില്ല, പക്ഷെ അവൻ കൺഫ്യൂസ്ഡ് ആകും. കൺമുന്നിലൂടെ പോകുമ്പം ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. ഇപ്പൊ നിങ്ങളുടെ തന്നെ തൊട്ട് പുറയിൽ പരിചയമില്ലാത്തൊരാൾ വന്നു നിന്നാൽ എങ്ങനെ ഇരിക്കും? ഭയം വരില്ലേ? ആത്മാവ് ഭയപ്പെട്ടു പോകും. വ്യക്തതയുള്ളതായിരിക്കണം, അത് സന്തോഷമുള്ളതായിരിക്കണം. മരിച്ചുപോയവരുടെയൊക്കെ ഫോട്ടോ വീട്ടിൽ വെക്കാറുണ്ട്. വേണം പ്രായമായി മരിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ അവരെ ഓർക്കുമ്പോൾ സ്മരിക്കുമ്പോൾ നമ്മൾ സന്തോഷവും ആത്മവിശ്വാസവും ഉണർവും ഒക്കെ നൽകുന്ന ഫോട്ടോസൊക്കെയാണ് അതവിടെ വേണം. അത് റിപ്പീറ്റ് ചെയ്ത് നമ്മളിലേക്ക് അത് വർദ്ധിപ്പിക്കും പിൻതലമുറയ്ക്ക്. എന്നാൽ അതിദാരുണമായി മരിച്ചതോ ആ ഫോട്ടോയിൽ നിന്ന് കിട്ടുന്ന സൂചന ദുഃഖസൂചകമാണെങ്കിൽ കണ്ണ് പതിയുന്നിടത്ത് തൽക്കാലം മാറ്റിവെക്കുക, അവർ മനസ്സിൽ ജീവിക്കട്ടെ. നല്ല മനോഹരമായ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ പടം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ, സന്തോഷാത്മകമായി നിൽക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ ആയിരിക്കും കേട്ടോ. അത് എപ്പോഴും കണ്ണ് പതിയുന്നിടത്ത് വെച്ച് കണ്ണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും അത് റെക്കോർഡ് ചെയ്യപ്പെടുക. നല്ല കുടുംബ ബന്ധങ്ങൾ സ്ട്രോങ് ആക്കുക, സബാണ്ടൻസ് ഉണ്ടാകുന്ന പല പിക്ചറുകളും ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നു. അതോടൊപ്പം തന്നെ ചുറ്റുമുള്ള അടുക്കും ചിട്ടയും വൃത്തിയും എന്ന് പറയുന്നു. അലങ്കോലമായി കിടക്കുന്ന ഒരു ടേബിള്, അതിന്റെ മുന്നിലാണ് നിങ്ങളിരുന്ന് സൂര്യൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ അകത്തേക്കും ഈ അലമ്പങ്ങ് കയറും. മനസ്സിലായോ? അപ്പൊ ആത്മാവ് വൺസ് ശ്രദ്ധയിൽപ്പെട്ടാൽ, പിടിച്ചു കിട്ടിയാൽ, പിന്നെ എന്താണോ അകത്തേക്ക് പിടിച്ചത് അതിന് സമാനമായ അതിനപ്പുറമുള്ള അനുഭവങ്ങൾ അതിശക്തമായ രീതിയിൽ ആഞ്ഞടിക്കുന്നു നമ്മളിലേക്ക്. അത് അഭിവൃദ്ധിയാണോ ആഞ്ഞടിക്കേണ്ടത്, അധോഗതിയാണോ എന്നുള്ള ആ ഒരു തീരുമാനം നമ്മളുടേതാണ്. അതാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നവർക്കെല്ലാം ഇവിടെ അവസരമുണ്ട്. ദൈവത്തിന് ഇവിടെ ആരോടും ഒരു വിവേചനമില്ല. അത് നിങ്ങൾ എവിടെ പിറന്നെന്നോ ഏത് കുലജാതനാണെന്നോ ഏത് മാതാപിതാക്കൾക്ക് പിറന്നെന്നോ ഒന്നും ഇവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒറ്റയ്ക്കല്ലേ ഈ ലോകത്തിലേക്ക് വന്നു. എന്നാൽ ഈ വിശാലതയെ വിശാലമായിട്ട് എടുക്കാനും അതെന്ന് ഈ ഭൂമിയിൽ തന്നെ എന്ത് നേടുവാനുള്ള നല്ല ശക്തമായ ഒരു പവറുള്ള ആത്മാവിനെയും തന്ന അവിടെ. പക്ഷെ അതിനെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട്, ബുദ്ധി കാണുന്നിടത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയാത്തതല്ലേ ഏറ്റവും വലിയ പരാജയം. ഒരുപക്ഷെ ഈ ഒരു സന്ദേശം പലരുടെയും ഐ ഓപ്പണിംഗ് ആയിരിക്കും. പ്രസന്റിലുള്ള നിങ്ങളുടെ ലൈഫ് ഒന്ന് ഒത്തുനോക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഹൈറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നവരുടെ ചുറ്റുപാടും പരിസരവും ഇതേപോലെ ഓർഡർലി ആയിരിക്കും. അതാണ് അവരുടെ ലൈഫിലും ഓർഡറായിട്ട് വരുന്നത്. ഈ ഒരു ചിന്ത മനസ്സിൽ വെക്കുക. മാറ്റം വരുത്തണമെങ്കിൽ ഈ നിമിഷം തൊട്ട് മാറ്റം വരുത്തൂ. അത് അല്പസമയം കഴിയുമ്പോൾ കുറേശ്ശെയായിട്ട് നിങ്ങളിലേക്ക് അബാണ്ടൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ വിഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ, ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് സത്യസന്ധമാണെന്നും അനുഭവത്തിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒപ്പം മറ്റു ഗ്രൂപ്പുകളിലേക്കും വ്യക്തികൾക്കും ഷെയർ ചെയ്യുക. ലോകം നന്നാകട്ടെ, മനസ്സ് നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.